തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ 24-നോടൊപ്പം ചേരുകയാണ്. വലിയ വിവാദങ്ങളുടെ ഒരു സമയത്താണ് അങ്ങ് ഈ ഒരു ചുമതലയിലേക്ക് വരുന്നത്. അപ്പോൾ വലിയ വെല്ലുവിളിയാണോ മുമ്പിലുള്ളത്? തീർച്ചയായിട്ടും വെല്ലുവിളിയാണല്ലോ. ശബരിമല സാധാരണ ഒരു സീസണിൽ തന്നെ ശബരിമല തീർത്ഥാടനം നടത്തുക എന്നുള്ളത് ഒരു അസാമാന്യമായ വെല്ലുവിളിയാണ്. ഞാനത് നടത്തിയിട്ടുണ്ട്, അത് ശരിയാണ്. ഓരോ വർഷവും പുതിയ പുതിയ പ്രശ്നങ്ങളുണ്ടാകും, പുതിയ സൊല്യൂഷൻസ് ഉണ്ടാകും. ഇപ്പോൾ പ്രത്യേകിച്ചൊരു സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം അത് വെല്ലുവിളികൾ കൂടുതലുണ്ട്. പിന്നെ ഈ സമയത്ത് ഇത് ടേക്ക് ഓവർ ചെയ്യുന്നു എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. കാരണം ഇന്ന് നട തുറക്കുന്ന ദിവസം, നാളെ രാവിലെ നട തുറക്കേണ്ട ദിവസം വൃശ്ചികം 1. അപ്പോൾ ഇന്നൊരു അധികാരം വഹിക്കുന്ന ഒരു ഭരണസമിതിക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ പോയ ഭരണസമിതി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്നുള്ളതിലേക്ക് ചില കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഇപ്പോൾ വെല്ലുവിളി തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആളുകൾ ഇഷ്ടം പോലെയാണ്. വെർച്വൽ ക്യൂവിൽ ബുക്കിംഗ് തന്നെ 70,000 80,000 ഒക്കെയാണ് ഒരു ദിവസം കടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ആളുകൾ വരുന്നൊരു സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് അപ്പോൾ പരിഹരിച്ച് മുമ്പോട്ട് പോകും. ഈ അവതാരങ്ങളാണ് ശബരിമലയിൽ വലിയ പ്രശ്നം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ മാറ്റി നിർത്താൻ നടപടി ഉണ്ടാവും അങ്ങയുടെ ഭാഗത്ത് നിന്ന്? ഞാനത് പല പ്രാവശ്യം പറഞ്ഞതാണ്. കാരണം എന്താണ് ഈ അവതാരം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് വരുത്തുന്ന ഈ ആളുകൾ ആരാണ്? സ്പോൺസർഷിപ്പാണ്. ശബരിമലയിൽ ആവശ്യമായിട്ടുള്ള ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറയും സ്പോൺസർഷിപ്പുമായിട്ട് ആളുകൾ വരുന്നു. സ്പോൺസർഷിപ്പിനോട് നമുക്ക് വിരോധമില്ല. കാരണം എല്ലാം നമ്മുടെ പൈസ കൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ധനികന്മാരെ സ്പോൺസർ ചെയ്യണമെങ്കിൽ ചെയ്യണം, ചെയ്യുന്നത് സ്വീകാര്യവും തന്നെ. പക്ഷേ ഈ സ്പോൺസറും ബോർഡുമായിട്ട് നേരിട്ടുള്ള ഏർപ്പാട് മതി. അല്ലാതെ വളഞ്ഞ വഴി കൂടി ഒന്നാം കക്ഷി കണ്ട് രണ്ടാം കക്ഷി കണ്ട് അങ്ങനെ വരേണ്ട കാര്യമില്ല. സ്പോൺസേഴ്സ് എന്തെങ്കിലും സ്പോൺസർ ചെയ്യണോ, അയ്യപ്പൻ രൂപയിൽ സ്പോൺസർ ചെയ്യണമോ, ബോർഡിൻ്റെ മുമ്പാകെ വരട്ടെ, ബോർഡ് പരിശോധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണ് ഓഫർ നമ്മൾ പരിശോധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വരുമാന സ്രോതസ് എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അനുവദിക്കുന്നത് പോലെ സ്പോൺസർഷിപ്പ് വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിൻ്റെ വഴി വളരെ സുഗമമായിരിക്കും. ഇടനിലക്കാരെ മാറ്റി നിർത്തും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ബോൾഡായിട്ട് അടിക്കാൻ പറ്റും. നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ബോൾഡായിട്ട് അടിക്കും. ഇടനിലക്കാരുടെ ആവശ്യമില്ല. ഇടനിലക്കാർ ആവശ്യമായി വന്നത് നമ്മുടെ സിസ്റ്റംസ് ശരിയല്ലാത്തതുകൊണ്ടാണ്. സിസ്റ്റംസ് കറക്റ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ളതൊക്കെ നേരത്തെ നമ്മൾ ബോർഡിൻ്റെ മുമ്പാകെ വന്ന് പരിശോധിച്ച് നല്ലൊരു സംഗതിയാണെങ്കിൽ തീർച്ചയായിട്ടും ദേ ആർ വെൽക്കമാണ്. പക്ഷേ വഴി സ്ട്രെയിറ്റ് ആയിരിക്കണം. അങ്ങനെ തന്നെ വരുള്ളൂ. ഇനി ഈ പ്രശ്നക്കാരായ ഉദ്യോഗസ്ഥരുണ്ട് ബോർഡിൽ. പഴയ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരക്കാരെ കണ്ടെത്തുകയും അവരെ മാറ്റി നിർത്താനുള്ള നടപടി ഉണ്ടാവും, ഒരു ശുദ്ധീകരണം ഉണ്ടാവുമോ ദേവസ്വം ബോർഡിൽ? ഇപ്പോൾ ആർക്കെതിരെ എടുക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അഴിമതിക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കും. വിജിലൻസിൻ്റെ ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ മേൽ നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ, ഉണ്ടാവും. ഇപ്പോൾ തീർത്ഥാടനം തുടങ്ങിയിരിക്കുകയാണ്, ഭക്തർ കയറി തുടങ്ങി. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില പരിമിതികളുണ്ട്. അത് അധികം വൈകാതെ തന്നെ പരിഹരിക്കും. തീർച്ചയായിട്ടും അത് നമ്മളതിനാണല്ലോ ഇവിടെ വന്നത് അയ്യപ്പനെ തൊഴാനും. പിന്നെ ഈ കഥ നേരിട്ട് കണ്ട് നമ്മൾ പരിശോധിച്ച് റിവ്യൂ ചെയ്ത് പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിച്ച് മുമ്പോട്ട് പോകും. ഒരാഴ്ച കൊണ്ട് എനിക്ക് വേണം കുറച്ചും കൂടി സിസ്റ്റംസ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബാധിക്കില്ല അല്ല? തീർച്ചയായിട്ടും വിവാദങ്ങൾ അതിൻ്റെ വഴിയേ നടന്നുള്ളൂ. വിവാദങ്ങൾ വേറെ, പിന്നെ തീർത്ഥാടകരുടെ സൗകര്യമൊരുക്കുന്ന ഉത്തരവാദിത്വം വേറെ. എന്തായാലും ദേവസ്വം ബോർഡ് അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ കെ ജയകുമാർ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കും.